ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ പനീർ കൊണ്ടുള്ള റെസിപ്പിയാണ്. ഇപ്പോൾ പനീർ ഇങ്ങനെ പാക്കറ്റി ഞാൻ മേടിക്കുന്ന ഈ മിൽക്ക് മിസ്റ്റിൻ്റെയാണ്. ഇതിങ്ങനെ ലൂസായിട്ട് പീസസ് ആയിട്ടുള്ളതും മേടിക്കാൻ കിട്ടും. ഞാൻ അല്ലാത്തത് മേടിച്ച് ചെറിയ ചെറിയ ക്യൂബ് പോലെ കട്ട് ചെയ്താണ് എടുക്കുന്നത്. ഇതിനേക്കാളും ചെറുതാക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. നമുക്ക് പനീർ ഉണ്ടാക്കാൻ വേണ്ടിയത് വെളുത്തുള്ളി, ഇഞ്ചി, സബോള, ക്യാപ്സിക്കം. ഞാൻ മഞ്ഞയും റെഡും ക്യാപ്സിക്കമാണ് എടുത്തിരിക്കുന്നത്. പിന്നെ പനീർ ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഒന്ന് വെച്ചാൽ ഇച്ചിരി വലിയ പീസസ് ആണെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് പിള്ളേർക്ക് ഇഷ്ടമില്ല. അപ്പോൾ ഞാൻ ചെറിയ ക്യൂബായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇത്രയും ചെറുതായിട്ട് മുറിക്കുമ്പോൾ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ അത് 4 സൈഡും നല്ലപോലെ ചെറിയ ഒരു ക്രിസ്പിനെസ്സും നല്ല ടേസ്റ്റി ആയിരിക്കും. അതുകൊണ്ടാണ് അത്രയും ചെറുതായിട്ട് എടുത്ത്. അല്ലാതെ വലിയ പീസായിട്ട് എടുക്കുമ്പോൾ ആ പനീറിൻ്റെ ഒരു ടേസ്റ്റ് വ്യത്യാസം കാണും. ചിലർക്കത് ഇഷ്ടപ്പെടത്തില്ല. അതിന് വേണ്ടിയിട്ട് തീരെ കുഞ്ഞായിട്ട് നമ്മൾ നേരത്തെ ഫ്രീസറിൽ നിന്ന് എടുത്ത് വെളിയിൽ വെച്ചിട്ട് അത് തണുപ്പ് പോയി കഴിയുമ്പോൾ ചെറിയ പീസുകളായിട്ട് മുറിച്ചെടുത്താൽ മതി. അപ്പം ഞാൻ വെളിച്ചെണ്ണയ്ക്കകത്ത് ജസ്റ്റ് ഇത് 4 സൈഡും ഒന്ന് ഫ്രൈ ആക്കി എടുക്കുന്നതേ ഉള്ളൂ. ഇതിനകത്ത് വേറെ ഒന്നും മസാല ഒന്നും ഇട്ടിട്ടില്ല. ചുമ്മാ ഒന്ന് റോസ്റ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇങ്ങനെ ചെയ്യാതെ അല്ലാതെ പനീർ നല്ല ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ ചെയ്യാതെ നമ്മൾ ഡയറക്റ്റ് കറിക്കകത്തിട്ടാലും ടേസ്റ്റിയാണ്. പക്ഷേ ഇവിടെ അത്രയും ഇഷ്ടമില്ല. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ ക്യാപ്സിക്കവും ഞാൻ എന്നും ഇങ്ങനെ സെപ്പറേറ്റായിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടാണ് കറിക്കകത്ത് ചേർക്കുന്നത്. അപ്പോൾ ആ ക്യാപ്സിക്കത്തിൻ്റെ കളറും നല്ല ഒരു ഫ്ലേവറും ചെറിയ ഒരു കടിക്കാനുള്ള ക്രിസ്പിനെസ്സും കാണും. അതുകൊണ്ട് അങ്ങനെ ഇടുന്നതാണ് ടേസ്റ്റി. അപ്പോൾ നമ്മൾ പനീർ ഫ്രൈ ചെയ്ത ആ പാത്രത്തിൽ തന്നെ നമ്മൾ ക്യാപ്സിക്കവും അതുപോലെ നല്ലപോലെ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഗ്രീൻ ക്യാപ്സിക്കം ഞങ്ങളുടെ ഗാർഡനിൽ ഉണ്ടായതാണ്. അപ്പോൾ അതും കൂടെ ഞാൻ ഇതിനകത്ത് ചേർത്തിട്ടുണ്ട്. പനീറും നമ്മളിനി വേറെ പാത്രത്തിൽ മാറ്റിയിട്ട് അതിനകത്ത് തന്നെ കറി റെഡിയാക്കാം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ കടുകും ജീരകവും പെരുംജീരകവുമാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ കൂടെ കറുവപ്പട്ടയും ഗ്രാമ്പും ഒക്കെ ചേർത്താലും ടേസ്റ്റിയാണ്. പക്ഷേ ഞാൻ ഇതിനകത്ത് ചേർക്കുന്നില്ല. പിന്നെ നമ്മൾ സബോള ഞാൻ മിക്സിക്കകത്ത് അരച്ച് പേസ്റ്റായിട്ട് എടുത്തിട്ടുണ്ട്. പനീറിനകത്ത് ഒരു ഗ്രേവി ആയിട്ട് കിട്ടാൻ ഇങ്ങനെ സബോളയും വെളുത്തുള്ളിയും ഇഞ്ചിയും എല്ലാം കൂടെ അരച്ച് ചേർത്താണ് എടുത്തത്. അത് നല്ല പച്ചമണം പോയി കഴിയുമ്പം തക്കാളി 2 തക്കാളി ഞാൻ എടുത്തിട്ടുണ്ട്. അതും മിക്സിയിൽ അരച്ച് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ലപോലെ വഴറ്റി എടുക്കണം. അതിൻ്റെ പച്ചച്ചുവ മാറുന്നവരെ നല്ലപോലെ വഴറ്റിയിട്ട് നല്ലപോലെ അതിൻ്റെ വെള്ളമയം പറ്റി ആ എണ്ണ ഇങ്ങോട്ട് എടുക്കാറാകുന്ന പരുവമാകുമ്പോൾ നമ്മൾ മഞ്ഞൾപ്പൊടിയും ഗരം മസാലപ്പൊടി, മുളക് പൊടി, കാശ്മീരി ചില്ലി ആണ് ഞാൻ ചേർക്കുന്നത്. ഇത് അത്രയും നമുക്ക് എരിവിൻ്റെ അനുസരിച്ച് മുളക് പൊടി ചേർക്കുക. എല്ലാം കൂടെ നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ശകലം വെള്ളം ഒഴിച്ച് കൊടുത്ത് നല്ലപോലെ തിളപ്പിക്കണം. നമ്മളിത് നല്ല ഗ്രേവി ആയിട്ട് വരാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ തക്കാളി അരച്ച് വെച്ച ആ പാത്രവും കൂടെ കഴുകി ഒഴിച്ചതാണ് ആ കളർ, പിങ്ക് കളർ. അപ്പോൾ നമ്മൾ വെള്ളം ആവശ്യത്തിന് ഒഴിക്കണം. ഇത് നല്ലപോലെ തിളച്ച് അത് കഴിഞ്ഞ് നമ്മൾ പനീരും ക്യാപ്സിക്കവും എല്ലാം ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യേണ്ടതാണ്. അപ്പോൾ അതുപോലെ വെള്ളം ഒഴിച്ചിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക. നല്ലപോലെ മിക്സ് ചെയ്തിട്ട് അടച്ച് ഇച്ചിരി നേരം നല്ലപോലെ തിളയ്ക്കാൻ വിടുക. അപ്പോൾ നമ്മൾ ആവശ്യത്തിന് വെള്ളം എല്ലാം ചേർത്ത് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇത് അടച്ച് ഒരു 10 മിനിറ്റ് വയ്ക്കുക. നല്ലപോലെ വെന്ത് തിളച്ച് ഈ ചാറ് പറ്റണം. ആ പരുവാകുമ്പോൾ നമുക്ക് പിന്നെയും തുറന്ന് നോക്കിയിട്ട് ഇപ്പോൾ അതേണ്ട നമ്മുടെ കറി ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ പരുവത്തിൽ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ക്യാപ്സിക്കവും പനീരും കൂടെ ഇതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നല്ലപോലെ മിക്സ് ചെയ്ത് എന്നിട്ട് ഒരു 5 മിനിറ്റ് കൂടെ അടച്ച് വെച്ച് നല്ലപോലെ വേവിക്കണം. വേവിക്കാനല്ല, അതിൻ്റെ അകത്ത് ആ മസാല ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് മാത്രം. ഇത് നല്ല ഗ്രേവി ആയിട്ട് ഇരിക്കുന്ന ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ ഇച്ചിരി കൂടെ വെള്ളം ചേർത്താൽ മതി. ഞങ്ങൾക്ക് ഇച്ചിരി തിക്കായിട്ടിരിക്കുന്നതാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടം. അപ്പോൾ ആ പരുവായതുകൊണ്ട് ലാസ്റ്റിൽ ഞാൻ പുതിനായും കൂടെ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇതിറക്കിയെടുക്കാം. ഫ്രഷ് ക്രീം ഉണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ ലാസ്റ്റിൽ ചേർത്ത് കൊടുക്കാൻ നല്ലതാണ്. ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.